സാർ, കാശ്മീരിലേക്ക് എന്നെ ആറാറിന് അയക്കാന്ന് കേട്ടു. അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും ഒരു പക്ഷേ അവസാനമായിട്ടാണെങ്കിലും. സാധ്യമല്ല. ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ്. ഒരു പട്ടാളക്കാരന് നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒരു കീഴ് ജീവനക്കാരനല്ല, എന്റെ അനുജനോട് നീ സാറ് പറഞ്ഞിട്ട്. ആ നിലയിൽ ഞാൻ ചോദിക്കാം, ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? അതറിഞ്ഞാ മതി, ഞാൻ ഈ നരകത്തിലേക്ക് എവിടെയെങ്കിലും പൊക്കോളാം. എനിക്കൊന്നും പറയാനില്ല, നിനക്ക് പോവാ. ഞാൻ പോവാ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് എപ്പോഴും സാറിന് ഇഷ്ടാ, എന്റെ മീനാക്ഷിയേക്കാൾ കൂടുതൽ ഇഷ്ടാ. എന്നെ ശമിക്കരുത്, വെറുക്കരുത്. Excuse me. നാളെ എന്റെ വിവാഹമാണ്, ക്ഷണിക്കാൻ വന്നതാ. ക്ഷണിക്കാൻ നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ. Please, listen to me. At least this time. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സേ താങ്ക്സ്, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരവസരം തന്നതിന്. രണ്ട്, അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കും. മൈ പ്ലഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകിപ്പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, സ്വാതമിക്കോളും. എസ്കേപ്പിസം. ദിസ് ഇസ് എസ്കേപ്പിസം. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. Only cowards do that. And I don't want to believe that you're one of them. Because once I loved you. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം, അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞിക്കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വേഷം, ഫാസിനേഷൻ. അത് തന്നെയായിരുന്നു രവിക്ക് എന്നോടും. യു ഫെൽ ഫോർ മൈ ലുക്സ് ആൻഡ് നെവർ ബോദർഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാളച്ചിട്ടയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം, ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. അതെന്റെ ആവശ്യമാണ്. I am
I'm not your wife anymore and I'm not ready to take any bullshit. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. Upon God, ഞാൻ അതിൽ നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം. അതിന് കാരണം ഇന്നോർക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവി അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. You are a narcissist. You can only love one person in this world. That's yourself. മതി, കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്. വൈകിപ്പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. താങ്ക് യു. എവിടെയാണെങ്കിലും രവി ഞാൻ മറക്കില്ല. എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ബൈ. ബൈ. കാശ്മീരിലേക്ക് അയക്കുന്ന പ്ലാറ്റൂണിന്റെ പേപ്പേഴ്സ് ഒന്ന് വേണം. അവരെല്ലാവരും പോയി കഴിഞ്ഞു സാർ. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു. മണി, നീ പോകുന്നില്ല? Come on. Hey, what are you doing? He is not medically fit. ഇയാൾ അയക്കാൻ പാടില്ല. If that is the case, I want to see the medical certificate. I'll show it in the office. Sir, I cannot allow you to do this until you show me the certificate or commander's order. നിന്റെ അനുവാദം വേണ്ട, ഞാൻ ഇവനെ കൊണ്ടുപോകും. Sir, you cannot. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്.
സർ, നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ല. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അപ്രൂവ് ചെയ്ത ലിസ്റ്റാണിത്. ആരുടെയും തോന്നിയവാസത്തിന് ഇത് മാറ്റാൻ ഒക്കില്ല. യു മേ ഈവൻ ഗെറ്റ് എ കോർട്ട് മാർഷൽ. I don't care. I am ready to face any consequences for this. You do whatever you can. നീ പേടിക്കണ്ട. നിന്റെ ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തു. നീ ഉടനെ നാട്ടിലേക്ക് പോണം. വാ. അതെ, ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ 75,000 രൂപ. ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകയിൽ കയറി ചക്കാത്തിന് സിനിമ കാണില്ല. ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരുന്നു. നന്ദിയില്ലാത്ത ജാതികൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അത് അവനൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. ഇരിക്കുമായിരുന്നു. മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയെന്ന് അവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിയെന്നാ അവൻ പറയുന്നത്. അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തന് ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഓ, ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചേ തീരും. ആ കേരളിൽ വന്ന് താക്കോൽ വാങ്ങിച്ചിട്ട് പോയോ? ആ പോയി. വൃത്തിയാക്കിയിട്ടിരിക്കുകയാണോ? പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാൻ? അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്യം? അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ് കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്താ? മീനാക്ഷിയെ? എത്രയോ സ്വർണമാലകൾ, സാരികൾ, വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒടുവിൽ നിങ്ങൾക്ക് 20 ഷഡ്ഡിയും. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. അവൻ വന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ? മീനാക്ഷി എന്റെ മകളാ. അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത്. എന്താണ് അവിടെ? ആരെയാ ഇവരൊക്കെ? ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്താ? ആ കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു അത്രേ. എന്നിട്ട് ഷഡ്ഡി മീനാക്ഷിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് ഇയാളുടെ പല പല സാധനങ്ങളും വാങ്ങിച്ചതാ പറയുന്നത്. പറയുന്നതെല്ലാം സത്യമാണ്. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ. രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. നിർത്തടാ. കുടുംബത്തിൽ കയറി വന്ന് അസമെന്ന് പറയുന്നു. കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടാ, എടാ കുഞ്ഞുകുട്ടാ, പഴങ്ങഞ്ഞു കുടിക്കുക. വിളിക്കടിയാ പഴകിഞ്ഞ ഇങ്ങോട്ട്. വിളിക്ക്. ഇവിടെ വാടാ, ഇവിടെ വരാൻ. ഇവർ ഈ പറയുന്നൊക്കെ നേരാണോ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ ചുട്ട് കരിക്കൂടാ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ കൈ ധരിക്കുന്നു. വിടവനെ. എടാ, കിട്ടൂടാ, നിന്നെ എനിക്ക് എന്റെ കൈ കിട്ടും. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യെ കിട്ടിയ വെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി.